ഹലോ ഗായ്സ്, നമ്മൾ പിന്നെ വന്നേക്കാണ് നമ്മുടെ നാച്ചുറൽ ട്രിക്സ് ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വേറെ ഒന്നായിട്ടല്ല, നമ്മുടെ സ്വന്തം മൈൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് ഗായ്സ്. ഓക്കെ, മൈൻഡ് ക്രാഫ്റ്റിൽ ഇപ്പോൾ ഒന്നും നമ്മുടെ ഇല്ല ഗായ്സ്, കയ്യിൽ ഒരു സാധനമില്ല. ഓക്കെ, നമ്മളിപ്പോൾ ന്യൂ വേൾഡാണ് എടുത്തേക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആദ്യം വല്ല പിക്കാക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണം, എന്നാൽ ഈ സ്റ്റോണൊക്കെ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. പ്രത്യേകിച്ച് ഇത് ഏതൊരു ഫോറസ്റ്റിലാണ് നമ്മൾ വന്നേക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയില്ലല്ലോ. പിന്നെ അവിടെ പശുവൊക്കെ ഇപ്പോൾ ഉണ്ട്, പശുവിൻ്റെ ഒന്ന് കുറച്ച് ലെതർ. ഇവിടെ എന്ത് വില്ലേജാണ് അത്? ആ വില്ലേജ് ഉണ്ട്, അത് അവിടെ വില്ലേജ് ഉണ്ട്. യാ, നമുക്കപ്പോൾ താമസിക്കാനും സ്ഥലമായി. അവിടെ എന്തോ ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെ ഗൈസ്, ഇവിടെ ഒരു മൈനിങ്. അവിടെ കോളുണ്ട് ഗൈസ്, അവിടെ കോളുണ്ട്. ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്താ കോള് പൊട്ടിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് കോള് കിട്ടി ഗൈസ്. തുടങ്ങിയപ്പോൾ തന്നെ കോള് കിട്ടി, പക്ഷെ ഇത് പൊട്ടിക്കാൻ നല്ല പാടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കാൻ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. അത് നമുക്ക് ഇതാണ്. അപ്പം ഇതുണ്ടാക്കാൻ നമുക്ക് നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാം. ഇനി കിട്ടും നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ കയറി ഇങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് നമുക്ക് അവിടെ സാധനം ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പിക്കാക്സ് അല്ലേ നമുക്ക് ഉണ്ട്, ഇതിനായിട്ട് നമുക്ക് ആദ്യം ഇത് വേണ്ടി വരും. എനിക്ക് ഉറപ്പാണ് സ്റ്റിക്ക് എന്തായാലും വേണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്കൊരു 2 ഉണ്ടാക്കിയേക്കാം, പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. സ്റ്റിക്ക് ഒന്നും കൂടി ഉണ്ടാക്കാം, ഇനിയും ഉണ്ടാക്കാം. അവിടെ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, എന്തിലാട്ടെ നമ്മുടെ പിക്കാക്സ് എടുക്കും. നമുക്കിത് പൊളിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ഇതെടുത്ത് പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോൾ എടുക്കാം. കോൾ നമ്മുടെ കോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വില്ലേജിൽ നിന്ന് മൈനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയല്ലോ ഗൈസ്. സിമ്പിൾ, നല്ല സിമ്പിളായിട്ട് മൈനിങ് ചെയ്യാം ഇവിടെ നിന്ന്. കോള് കിട്ടണ്ടിട്ട് നല്ലോണം കോളുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, കുറേ കോളുണ്ട്. കോൾ എന്തായാലും നമുക്ക് ആവശ്യം വരും. വില്ലേജിൽ ഏതെങ്കിലും ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ കയറി താമസിക്കാം നമുക്കിപ്പോൾ തൽക്കാലം. അതിപ്പോൾ നമുക്ക് നടക്കണ വഴിയുള്ളൂ. ഗൈസ്, വേറൊരു ഗെയിമാണ് ഗൈസ്. ഓക്കെ, വേറെ ഏതൊരു ഗെയിമാണ്, അതിൻ്റെയാണ് വന്നത് ഇപ്പം ആഡ് ഗൈസ്. പിന്നെ ഞാൻ ഒന്നും കൂടിയും പറയാണ്, അതിന് ഞാൻ പറയാറുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ വൈഫൈ ഉള്ളതുകൊണ്ടേ ആഡ് കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ എനിക്ക്. ഞാൻ ഇതിനപ്പോൾ അവിടെ വിട്ട് വെച്ചാൽ നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയാൽ പോയി. സോ സിമ്പിൾ ഗൈസ്. പിന്നെ നമ്മൾ പഠിച്ചു വരെ അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മിത് കളിച്ചിട്ട് കുറേ വർഷമൊക്കെ ആയി ഗൈസ്. ഇത് നമുക്ക് കളിക്കാൻ നന്നായിട്ട് അറിയാം. പിന്നെ സ്റ്റോൺ ഉണ്ട്, സ്റ്റോൺ നമുക്ക് എന്തായാലും എടുക്കണം. സ്റ്റോണിൽ നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ സോഡ് അങ്ങനെ എല്ലാം ഉണ്ടാക്കാം. നമ്മുടെ കോഡ് ഗൈസ് അറിയാലോ, കോഡല്ലല്ലോ ഇത് നമുക്ക് കിട്ടണം ആഗ്രഹമുള്ള മറ്റേ സാധനം അറിയാലോ, വേറൊന്നല്ല, ഡയമണ്ട് തന്നെ. ഓക്കെ, ഡയമണ്ട് അങ്ങോട്ട് കിട്ടിയാൽ മോനെ പിന്നെ നമ്മളോട് സെറ്റാ. കിട്ടിയാൽ സെറ്റ്, ഇല്ലെങ്കിൽ പൊട്ടി. അവിടെ കിട്ടണം വെള്ളമാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ നേരെ വില്ലേജിൽ കൂടാം. ഓക്കെ, അവിടെ ഫോറസ്റ്റ് വില്ലേജ് കാണാം. എൻ്റെ അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വില്ലേജേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് കൊള്ളാം സ്ഥലം. പക്ഷെ ഇവിടെ ബെഡ് അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഇതിൻ്റെ ഒത്തം തൊട്ട് ചെയ്യാം. ഇതൊരു വില്ലേജർ, അയാൾ എന്ത് കഠിനം. ഇവിടെ നല്ല ബെഡൊക്കെ ഉണ്ട്. ഓക്കെ, ബെഡ് നമുക്ക് പൊളിച്ചെടുക്കാം. ആവശ്യം വന്നാലേ ബെഡ് അങ്ങോട്ട് പൊളിച്ചെടുത്തേക്കാം. പൊളി. ഓക്കെ, ബെഡ് പൊളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ബെഡൊന്നും പൊളിച്ചെടുത്തിട്ടുണ്ടേ കുഴപ്പമില്ലല്ലോ. പിന്നെ വല്ല ആവശ്യം വരും നമുക്ക് ഈ സാധനം ഇതെടുത്തേക്കാം. നമ്മുടെ ഡോറേ
ഡോറ് എല്ലാ ആവശ്യം വരും. പിന്നെ നമുക്ക് ഫുഡ് വേണം. ഫുഡ്. അതേ സ്റ്റോൺ. സ്റ്റോൺ എന്തായാലും നമ്മൾ വിടൂല കേട്ടോ. സ്റ്റോൺ എടുക്കാണ്ട് പോണ പരിപാടി ഇല്ല ഇവിടെ. അത് കണ്ടേ സ്റ്റോൺ നമ്മൾ. ഗൈസ് ഇവർ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നൊക്കെ ഉണ്ടാകും. അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അയ്യോ അവൻ്റെ ഏതാണ് രക്ഷപ്പെടണം കേട്ടോ. ഓക്കെ അവൻ ചത്ത്. പിന്നെ ഞാൻ വുഡൻ സോഡ കൊണ്ട് തന്നെ തീർത്തേക്കാടാ. എടുക്കണം അവിടെ അതിനകത്ത് കാണാം. നല്ല പിന്നെ ഓക്കെ അവനങ്ങനെ തീർത്തിട്ടുണ്ട് നമ്മൾ. നല്ലൊരു വീടില്ലല്ലോ എന്ത്. നല്ല വലിയ വീടാണുള്ളത്. എന്ത് ഫാമായിരുന്നു ഓട്ടമുള്ള. ഇതേതൊരു ഫാമും കണ്ടാണ്. അല്ല നമ്മുടെ ഇതവിടെ ഇവനെ വിളിപ്പുണ്ടല്ലോ. ഇവരങ്ങോട്ട് തിന്നേക്കാം. ഇവനെടുത്തിട്ടുണ്ട്. ആ ചക്കന കുതിരനെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുതിരനെല്ലാം ചെയ്തിട്ടൊരു കാര്യമില്ല. അവനൊക്കെ വെറുതെ നമുക്കെന്നാൽ പിന്നെ ഈ സാധനം തന്നെ കൈക്കലാക്കി വെക്കാം. ഈ സ്ഥലം ഇതങ്ങോട്ട് പൊളിച്ചളയാം. എന്നിട്ട് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ എടുത്ത് വെക്കാം. ഓക്കെ അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെക്കാൻ മതി. അല്ല പിന്നെ സെറ്റായിട്ടുണ്ട്. ഈ സ്മിത്തിങ് ടേബിൾ എനിക്ക് എന്തിനാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഗൈസ് കോളൊക്കെ ഉള്ളതാണ്ടേ ഗൈസ് ആഡ് വന്ന് ഓക്കെ ഗൈസ് നമ്മുടെ കോളൊക്കെ ഉള്ളത് കോളും സ്റ്റിക്കും കൊണ്ട് നമുക്ക് വേണ്ടി അറിയാലോ ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ കോളം അല്ല ആവശ്യമുള്ള സാധനം ഒന്ന് മനസ്സിലായി. അതിപ്പോൾ ആർക്കും അറിയാത്തതേ ഗൈസ്. നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഒത്തുന്ന സാധനങ്ങൾ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ അല്ല സ്റ്റോണിൻ്റെ സാധനം ഉണ്ടാക്കാം. ഗൈസ് നമ്മുടെ സ്റ്റോണ് ഈ സ്റ്റോൺ എന്തിനാണ് മോസി കോബർ സ്റ്റോൺ എനിക്ക് എന്തിനാണ് അപ്പോൾ ഞാൻ അപ്പം എന്തിനാണ് അതെടുത്തേ? വെറുതെ പുഴുങ്ങി തിന്നാനാ? എന്തുട്രാ അത്? കഷ്ടം തന്നെ. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഇതവിടെ വെറുതെ കയറ്റി വെക്കാം. കയറ്റി വെക്കാം. ഓക്കെ സെറ്റായിട്ടുണ്ട്. ചെറിയൊരു ഡെക്കറേഷൻ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാം? അവിടെ നമ്മൾ ഇൻവെൻ്ററി പോട്ടെ. നമ്മുടെ ബെഡ് എടുക്കട്ടെ, അവിടെ വെക്കട്ടെ. തൽക്കാലം നമ്മുടെ സ്മിത്തിങ് ടേബിളിൻ്റെ മോന്തേ കയറ്റി വെക്കാം. ഓക്കെ വാവ് എന്തുട്ടാണ് ഈ പച്ചക്കളർ സാധനം? ഇതാട്ടെ പച്ചക്കളർ എന്തൊരു സാധനം വന്നിട്ടുണ്ട്. എന്തൊട്ട് സാധനം ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഓക്കെ നമ്മുടെ ഡോറ് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്കിപ്പോൾ ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. ചെസ്റ്റ് ഉണ്ടാക്കാൻ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നോക്കണം. ചെസ്റ്റ് ഓഹോ അപ്പോൾ നമുക്ക് കുറേ വുഡ് വേണം. ഇവിടെ കിട്ടുന്ന വുഡ് നല്ല സ്പെഷ്യൽ വുഡാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇവിടെ അല്ല, ഈ വീട്ടിൽ നിന്നൊക്കെ എടുക്കാം. പിക്കാക്സ് പൊളി. ഗൈസ് കുറച്ച് സമയം എടുക്കണ്ടിട്ടാ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ സർവൈവൽ കളിക്കുമ്പോഴുള്ള ഒരു ഇത്. ഓക്കെ അയ്യോ ഓക്കെ വൈകുന്നേരമായിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം വീട്ടിൽ കയറി വിളിക്കാം. ഇവിടെ എന്തായാലും വില്ലേജർ ഒന്നും ഇവിടെ ബെഡ് വെച്ചിട്ടില്ല. അപ്പോൾ അവന്മാരുടെ വിചാരം ബെഡ് ഇവിടെ ഇല്ല. ഗൈസ് നമുക്ക് ഞാൻ അടിച്ചു. ഓക്കെ രാത്രിയായി, നമ്മൾ ഉറങ്ങിയാണ് ഗൈസ്. നമ്മുടെ കയ്യിൽ പിക്കാക്സ് ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ എണീറ്റു. ഇനി നമുക്കേ ഇവിടെ നമ്മുടെ ക്യാരക്ടർ ഒന്ന് മാറ്റണം. ഇത് തന്നെ എനിക്ക് ഇവിടെ നടക്കണം. എനിക്ക് സ്റ്റീവ് വേണം. ഇതിലാട്ടെ പോ മേക്ക് വില്ലേജർ. എടാ പോടാ, എനിക്ക് പോടാ. എൻ്റെ വീട്ടിൽ കയറി കിടന്ന് അലമ്പ് കാണിക്കണം നീ. ഐസ്റ്റേക്ക് നമ്മുടെ വീടിൻ്റെ അടിയിലൊക്കെ നല്ല കോബിൾ സ്റ്റോൺ ഉണ്ട്. കോബിൾ സ്റ്റോൺ അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ കോബിൾ സ്റ്റോൺ. ഓക്കെ ഗൈസ് നമ്മൾ കുറച്ച് റിച്ച് ആളാണ് ഗൈസ്. ഓക്കെ നമ്മൾ മാത്രമാണ് റിച്ച് ആയിട്ടുള്ള കുറച്ച്. ഓക്കെ കാരണം
ഇവരുടെയിലൊന്നും എന്തില്ല, ഇവരുടെ വീടിൻ്റെ അടിയിലൊന്നും ഇതില്ല ഗൈസ്. കോബിൾ സ്റ്റോൺ. നമ്മൾ പിന്നെ റിച്ച് അല്ല ഗൈസ്, റിച്ച് ഗെയിമിൽ നമ്മൾ ആരെങ്കിലും സീൻ റിച്ചാണ് ഗൈസ്. ഓക്കെ, ഇതെന്തോട്ടാണ്? മാറിപ്പോ. എന്നോടല്ല മാറി പോവാൻ പറഞ്ഞു. ഓക്കെ, നേരെ പോക്കോ. എന്താണ് ഗൈസ് പോവാനൊക്കെ ഒരു പാട്. എന്തായാലും ഇപ്പം രാവിലെയാണ് ഗൈസ്. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാ. ഓക്കെ, അത് ആരുടെ വീടാ? അതെൻ്റെ വീടല്ലേ? അവിടെ കോബിൾ സ്റ്റോൺ. ചില വീടുകൾ ഉണ്ടാക്കിയേക്കണ കോബിൾ സ്റ്റോൺ കൊണ്ടല്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മ വീട്? അല്ല, നമ്മ നോക്കിയാൽ ഒന്നോ ഗൈസ് കേവ്. പൊളി നല്ല വീട്. ഓ ഗൈസ്, ഗൈസ് നമ്മുടെ ചെക്കനടുപ്പിട്ടാ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിറ്റ്, നമുക്ക് ബെല്ലടിച്ച് നോക്കാം. അപ്പോൾ അവൻ അങ്ങോട്ട് വരുമോ നോക്കാം. ഓ ഗൈസ്, എല്ലാ വില്ലേജേഴ്സിൻ്റെ അടിച്ചപ്പോഴത്തേക്കും വീട്ടിൽ കയറാൻ പോണിട്ടാ. എവിടെ അവൻ ഓടിക്കളഞ്ഞ? ഇതെടുക്ക. കോബിൾ സ്റ്റോൺ നല്ല ആവശ്യമുള്ള സാധനം. കോബിൾ സ്റ്റോൺ എന്തൊട്ടോടെ ഇരിക്കണം. ഗ്ലാസ് ഒക്കെ ഉണ്ട് ഗൈസ്. Cobblestones. I want some cobblestones. മരം മുറിച്ച് കളയും. ഒരു കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് മുറിക്കാം. എന്ത് മുറിക്കാം? മരം മുറിക്കാം. അപ്പോൾ നമുക്ക് കോബിൾസ്റ്റോൺ ആവശ്യമില്ല, അല്ലാതെ മരമില്ല. ഓക്കെ, നമ്മളെ ഇതിൻ്റെ കാര്യം ഇപ്പോൾ തീരുട്ടാ. അതിപ്പോൾ കഴിയും, നമ്മുടെ പിക്കാക്സിൻ്റെ കഥ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ വീട് എവിടെയായിരുന്നു? ഇതല്ലേ നമ്മുടെ വീട്? അതെ, വീടിൻ്റെ അകത്തേക്ക് കയറാം. ബെല്ലടിച്ചപ്പോഴത്തേക്കും വില്ലേജസ് എല്ലാം കൂടി ഓടിപ്പാഞ്ഞ് കയറിയിട്ടാ. കുഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ. ഓക്കെ, ഇതിൻ്റെ അകത്ത് പോവാം. ഓക്കെ, ഫർണേസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഫർണേസ് ഉണ്ടാക്കാൻ പറ്റും. മോയെ നോക്കിയേ. ഓ ഗൈസ്, സീൻസ് ആണ് കേട്ടോ. മോസി കോബിൾ സ്റ്റോണിൻ്റെ ഒക്കെ ഒരു വിദ്യ. ഓക്കെ, ഇനി നമുക്ക് 2 പിക്കാക്സും നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണ്ട. സ്റ്റിക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് വേണം. ഇത് ഉണ്ടാക്കാം, നമുക്ക് കുറേ ഉണ്ടാക്കാം. ഇത് നല്ല ആവശ്യമുള്ള സാധനമാണ്. ഇനി സ്റ്റിക്ക് ഉണ്ടാക്കാം, കുറേ ഉണ്ടാക്കാം. നോ പ്രോബ്ലം. ഓക്കെ, സ്റ്റിക്ക് ബൈ. ആഡ് വന്ന് ക്രാഫ്റ്റ് വേൾഡ് എന്നാണ് പേര് നമ്മുടെ ഗെയിമിൻ്റെ. മൈൻക്രാഫ്റ്റ് ഒന്നല്ല ഗൈസ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ മൈൻക്രാഫ്റ്റ് ട്രയൽ ആയിക്കോട്ടെ കളിക്കാം. ഓക്കെ, നമ്മുടെ ഫോണിലായതുകൊണ്ടേ നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റ് കയറ്റാൻ പറ്റില്ല. ഒരെണ്ണം കൂടി ഉണ്ടാക്കാം, അല്ല 4 കൂടി ഉണ്ടാക്കാമല്ലോ. ഓക്കെ, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഒരു കാര്യം പറഞ്ഞാലേ എന്താ ചെയ്യാലേ. ഹൊയ് ഒന്നും വേണ്ട എനിക്ക്. ഓ ഗൈസ്, നമ്മുടെ മോസി കോബിൾ സ്റ്റോൺസ് തീർന്നിട്ടാ. ഓക്കെ, എല്ലാ വില്ലേജേഴ്സും ഇപ്പോൾ വീട്ടിൽ കയറേണ്ടതാണ്. പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ബെല്ലടിക്കും. ആ മരം ഉണ്ടാക്കി വെറുതെ എസ്കേപ്പ് ആവാനല്ല, നമുക്ക് പേടിയൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെ അവിടെ ഓടല്ലടാ അവനെന്നെ അതിരടുത്ത് കൂട്ടിട്ട് പോട്ടെ. രക്ഷപ്പെടാനല്ലേ നമ്മളൊക്കെ പേടിയാണ് അവന്മാർക്ക്. ഗൈസ്, ഈ വീടിൻ്റെ അയ്യോ, എൻ്റെ വീട് തന്നെയുള്ളേ. ഓക്കെ, അവിടെയാണ് ഗൈസ് നമ്മുടെ സ്റ്റോൺസ് കിട്ടണ വീടുകളില്ല. ഇതല്ലേ എന്നെ എൻ്റെ കുടിക്കുക സ്ഥലം, എന്നെ കുടിക്കുക ഒരു ഇത് വെറുതെ ഇല്ല, എനിക്ക് പൊട്ടിക്കാൻ പറ്റാത്ത നമ്മുടെ വുഡൻ പിക്കാക്സിൻ്റെ കഥ തീർന്നിട്ടില്ലടാ. ഇതെന്തൂട്ടാ? അയൺ ബ്ലോക്കാണ്.
എന്തൊട്ടത് നോക്കട്ടെ. വാട്ട് ഇസ് ദിസ്? ഓക്കെ, സ്മൂത്ത് സ്റ്റോൺ ആയിരുന്നു. അല്ലാണ്ട് അയൺ ബ്ലോക്കൊന്നുമല്ല. അയൺ ബ്ലോക്ക് അതാണേ. അയൺ ബ്ലോക്ക് പൊട്ടിക്കാൻ നല്ല പാടായി. എനിക്കെന്തിനാ സാധനം? ഓ ഗൈസ്, ഓക്കെ ഇങ്ങോട്ട് കേട്ടോ. യോ മോനെ 200 ഓൾഡർ. എൻ്റെ മോനെ നമുക്ക് തുടക്കത്തിൽ തന്നെ സീനായിട്ടാ. തുടക്കത്തിൽ തന്നെ സീനാണ് നമുക്ക്. ആ ചെസ്റ്റ് ഇത് പൊളിച്ചെടുക്കാം. വെറുതെ ഇല്ല പൊളിഞ്ഞിട്ട് കിട്ടാത്ത. നമ്മുടെ ഇതുകൊണ്ടാണ് പൊളിച്ചത്. എന്തുകൊണ്ട്? നമ്മുടെ സാധനമില്ലേ എന്തുട്ടാണ് എമറാൾഡ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പൊളിച്ചിട്ടും കിട്ടാണ്ടത്. ഇതെന്തൂട്ട? ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ വുഡൻ ആക്സ് ഉപയോഗിക്കില്ല ഗൈസ്. ഓക്കെ, അല്ല ആക്സ് അല്ല, വുഡൻ പിക്ക് ആക്സ് ഉപയോഗിക്കില്ല. ആക്സ് നമുക്കല്ല നല്ല ആവശ്യമുള്ള സാധനം ഉണ്ടാ. ആക്സ് നെയ്യിൽ മരം അങ്ങനത്തെ സാധനമൊക്കെ മുറിക്കാൻ പെട്ടെന്ന് പറ്റുള്ളൂ. നമ്മുടെ പിക്കാക്സ് കൊണ്ട് ഇങ്ങനത്തെ ഈ സ്റ്റോണ് അങ്ങനത്തെ ഇതൊക്കെയാണ് പറ്റുക. പിക്കാക്സ് നല്ല ആവശ്യമുള്ള സാധനം തന്നെയാണ്. എനിക്ക് ലെതർ വേണം ഗൈസ്. ലെതറിനായിട്ട് നമ്മുടെ ഇവനെ വേണം, പശുക്കുട്ടനെ വേണം. പശുക്കുട്ടന് കഷ്ടപ്പെട്ട് പൊളിച്ചെടുക്കാൻ നോക്കിയത് പോയി. അവിടെ ഓട്ടുണ്ട്. പതുക്കെ പോകണം. തന്നെ കയറി. ഓക്കെ, ഇത്രേ ഉള്ളൂ. പൊക്കോ നമ്മുടെ വീടവിടെ. അതെ, അത് വേഗം പോ. സ്പീഡിൽ പോ. ഓക്കെ. പക്ഷെ അവന്മാരൊക്കെ ഞാനിപ്പോൾ പൊളിച്ചെടുത്തില്ല ഒരു വീട്ടിൽ നിന്ന്. അവന്മാരൊക്കെ ഭയങ്കര റിച്ചാട്ടാ. പക്ഷെ നോപ്പടയിൽ ഏത് സാധനമാണ് ചെയ്യണമെന്ന് നോക്ക്. നമ്മുടെ എമറാൾഡ് ഒക്കെ മോനെ ആ സ്മിത്തിങ് ടേബിൾ അങ്ങോട്ട് എടുത്തേ. എവിടെ നമ്മളാ ചെസ്റ്റ് അങ്ങോട്ട് എടുത്തേ. അവിടെ വെച്ചേ. ചെസ്റ്റ് തുറക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, റിയലിസ്റ്റിക് ഗെയിം പോലെ തന്നെയാണ്. ഓ ഗൈസ്, നമുക്ക് പെട്ടെന്നേ ആഡ് വന്നപ്പോൾ റഷ്യൻ ഗെയിം ഒറ്റടി അടിച്ച് അത്രേ ഉള്ളൂ. നമ്മൾ ആഡിനെ കളിയാക്കാൻ പാടില്ല ഗൈസ്. ആഡിനെ കളിയാക്കിയാൽ അവർ നമ്മളെ പിന്നെയും തിന്നും ഗൈസ്. തിന്നല്ല, പിന്നെയും വരും. ഓക്കെ ഗൈസ്, നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ അധികം ലോങ് ആക്കണില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ തന്നെ സെക്കൻഡ് പാർട്ട് ഇടും ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എന്താ പറയുക, ഒരു 18 മിനിറ്റ് എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൾ ഓഫ് യു ലൈക്ക് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.